കായംകുളത്ത് പൊതുനിരത്തുകളിലും ജലാശയങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി പറഞ്ഞു. എല്ലാ ദിവസവും രാത്രി ഹെൽത്ത് സ്ക്വാഡ് പ്രവർത്തിക്കും. ഇതിനായി പോലീസിന്റെ സേവനവും ഉപയോഗിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. കായംകുളത്ത് പൊതുനിരത്തിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി അറിയിച്ചു. കഴിഞ്ഞ ദിവസം മുതൽ രാത്രികാല ഹെൽത്ത് സ്ക്വാഡിനെ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്നലെ കന്നീസ കടവിൽ മാലിന്യം നിക്ഷേപിച്ച 2 പേരെ ഹെൽത്ത് പിടികൂടി 10,000 രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. അതുപോലെ കർശനമായ പരിശോധനയ്ക്ക് പോലീസ് സേവനം നഗരസഭ ഉപയോഗിക്കും. പൊതുനിരക്കുകളിലും ജലാശയങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകും. അത് ആരറിഞ്ഞാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. അതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ ഈ നഗരസഭയിലേക്ക് കടന്നു വരേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ശക്തമായി തന്നെ ഇതിനെതിരെ നേരിടും. ഞങ്ങൾക്ക് ജനങ്ങളുടെ നല്ല രീതിയിലുള്ള ജനങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങൾക്ക് ആവശ്യം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോകും. കായംകുളം നഗരസഭയുടെ കഴിഞ്ഞ ദിവസത്തെ കൗൺസിലിലെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം തന്നെ രാത്രികാല സ്ക്വാഡ് നഗരസഭാ പ്രദേശത്ത് ഇറങ്ങുകയും നമ്മുടെ പ്രദേശത്ത് നമ്മുടെ തോടുകളിലേക്കും അതുപോലെ ജലാശയങ്ങളിലേക്കും മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടുപിടിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് 2 പേരെ കണ്ടെത്തിയവർക്ക് 10,000 രൂപ വീതം പിഴ ഈടാക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സെക്ഷൻ 340A പ്രകാരം മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നവർക്കെതിരെ 50,000 രൂപ വരെയുള്ള പിഴ ഈടാക്കുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ കോടതിയിലേക്ക് നൽകി അതിൻ്റെ നിയമ നടപടികളിലേക്ക് പോകുന്നതിനുമാണ് കൗൺസിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ നമ്മുടെ നഗരസഭാ പ്രദേശത്ത് നടത്തി വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ കാര്യത്തിലുള്ള മാലിന്യം അതിന് ഉണ്ടാകുന്ന അപകടങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വൻതോതിൽ പരിശോധന നടത്തുന്നതിനാണ് ഹെൽത്ത് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ പോലും ശുചിയോടുകൂടി പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എങ്കിൽ അതിനകത്ത് വളരെ ശക്തമായ നടപടികളുണ്ടാവും, പരിശോധനകളുണ്ടാവും എന്നുള്ള കാര്യം കൂടെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കനീസക്കടവ് പാലത്തിന് സമീപം കരിപ്പുഴത്തോട്ടിൽ മത്സ്യമാലിന്യം നിക്ഷേപിക്കുവാൻ എത്തിയ 2 പേരെ നഗരസഭാ ആരോഗ്യ വിഭാഗം സ്ക്വാഡ് പിടികൂടിയിരുന്നു. ഇവർക്ക് 10,000 രൂപ വീതം പിഴ ഈടാക്കുകയും ചെയ്തു. വാഹനം നഗരസഭ പിടിച്ചെടുത്തു. നഗരത്തിലെ വൃത്തിഹീനമായി പ്രവർത്തിച്ച 2 ഹോട്ടലുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും എല്ലാ ദിവസവും രാത്രിയിൽ ഹെൽത്ത് സ്ക്വാഡ് പെട്രോളിംഗ് നടത്തുമെന്നും ഇതിനായി പോലീസിന്റെ സേവനം ഉപയോഗപ്പെടുത്തുമെന്നും ചെയർമാൻ അറിയിച്ചു. CDNet ന്യൂസ്, കായംകുളം.